സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനായി ജേഴ്സി അണിഞ്ഞ താരം ഇന്ന് ജീവിക്കാനായി ബുദ്ധിമുട്ടുന്നു. 2011 സന്തോഷ് ട്രോഫിയിൽ കളിച്ച പത്തനാപുരം സ്വദേശി വിനോദാണ് ദുരിതം പേറുന്നത്. അടച്ചുറപ്പുള്ള വീടോ ജോലിയോ ഇല്ലാതെ ഇദ്ദേഹം പ്രയാസപ്പെടുകയാണ്. ഫുട്ബോളിലെ പുതിയ താരോദയമെന്ന ഫുട്ബോൾ പ്രേമികൾ പറഞ്ഞ താരമാണ് പത്തനാപുരം പൂവണ്ണംവിള വീട്ടിൽ വിനോദ. 2011 ആസാമിൽ നടന്ന സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനായി ജേഴ്സി അണിഞ്ഞു. നിരവധി മത്സരങ്ങൾ കളിച്ചെങ്കിലും വിനോദിന്റെ ജീവിതം ഇന്ന് ദുരിതങ്ങൾ നിറഞ്ഞതാണ്. കിട്ടിയ ട്രോഫികൾ, പുരസ്കാരങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ല. ഇവയെല്ലാം ചാക്കിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. നിരവധി മത്സരങ്ങൾ കളിച്ച ജേഴ്സികളുണ്ട്. ഇവ സൂക്ഷിക്കാൻ അലമാരയില്ലാത്തതിനാൽ വീട്ടിലെ കേടായ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് താമസം. വീടിന്റെ ചോർച്ച ഒഴിവാക്കാൻ ടാർപാളിൻ ഷീറ്റ് കിട്ടിയിരിക്കുകയാണ്. TV ഉണ്ടായിരുന്നെങ്കിലും 8 മാസം മുമ്പ് അത് കേടായി. ഇപ്പോൾ കളി കാണുന്നത് മൊബൈൽ ഫോണിലാണ്. പുതിയ TV വാങ്ങാൻ കയ്യിൽ പണമില്ല. ജോലി ലഭിക്കാനായി കഴിഞ്ഞ 26 വർഷമായി വിനോദ് മുട്ടാത്ത വാതിലുകളില്ല. പിന്നോക്ക വിഭാഗത്തിലാണ് ജനിച്ചതെങ്കിലും ഫുട്ബോളിനെ സ്നേഹിച്ച വിനോദ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളയാളാണെങ്കിൽ പോലും ഇതുവരെയും ജോലി ലഭിച്ചിട്ടില്ല. 2001 വിനോദിന് കൊല്ലം ജൂനിയർ ടീമിൽ സെലക്ഷൻ കിട്ടിയത്. പിന്നീട് ജില്ലാ ടീമിൽ സ്ഥിരം സാന്നിധ്യമായി. 2006 റിസർവ് ബാങ്ക് ടീമിൽ സെലക്ഷൻ കിട്ടി. ടൈറ്റാനിയം, AGS, റെയിൽവേ, ഈഗിൾ FC ടീമുകളിൽ അതിഥി താരമായി കളിച്ചു. 2012 കേരളത്തിൽ നടന്ന മത്സരത്തിനായുള്ള ക്യാമ്പിൽ പങ്കെടുക്കവേ കാലിന് പരിക്കേറ്റു. 3 വർഷം കളിയിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് ചില ടീമുകളിൽ അതിഥി താരമായി അവസരം ലഭിച്ചു. എന്നാൽ പിന്നീട് പൂർണ്ണമായും തഴയപ്പെട്ടു. പത്തനാപുരത്ത് വ്യാപാര സ്ഥാപനത്തിൽ ജോലിക്കായി ചേർന്ന വിനോദ ഇപ്പോൾ നിരവധി കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ് നൽകുന്നു. എന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ വരുമാനം കൊണ്ട് സാധിക്കുന്നില്ല. കരിയറിൽ തനിക്ക് തിക്താനുഭവമാണ് ഉണ്ടായതെന്ന് വിനോദ് പറയുന്നു. എനിക്ക് കളിച്ച് നേടിയ എൻ്റെ സർട്ടിഫിക്കറ്റ്സുകളാണ്. ഇതാണ് ഞാൻ കേരള സന്തോഷ് ട്രോഫി കളിച്ച് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഇത് ഞാൻ ആദ്യമായിട്ട് പാലക്കാട് കൊല്ലം ജില്ല ഫൈനലിൽ എത്തുമ്പോൾ കിട്ടിയ റണ്ണറപ്പായ സർട്ടിഫിക്കറ്റ്. ഇത് കോട്ടയത്ത് വെച്ച് നമ്മൾ ചാമ്പ്യന്മാരായ കൊല്ലം ജില്ല സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. അങ്ങനെ നിരവധി സർട്ടിഫിക്കറ്റുകൾ എൻ്റെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ആണ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണത്. പക്ഷേ ഇതുവരെയായിട്ടും നമുക്കൊരു ജോലിയുടെ ഇത് നമുക്ക് ആയിട്ടില്ല. ഏറ്റവും എനിക്ക് വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി, ആ ജോലിയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഇത്രയും വർഷവും കയറി ഇറങ്ങി നടന്നത്. ഓരോ സർക്കാർ കയറി ഇറങ്ങുമ്പോഴും അവരുടെ കൂട്ടത്തിൽ നമ്മളും ഇതേന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇവരായിട്ടും ആരും കണ്ണു തുറന്നില്ല. ഞാനൊരു SC കാരനാണ്. ഈ കൊല്ലം ജില്ലയിൽ പട്ടികജാതിക്കാരിൽ കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ച കൊല്ലം ജില്ലയിലെ ഏക വ്യക്തി ഞാനാണ്. പത്തനാപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പട്ടികജാതിക്കാരൻ സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ മാത്രമാണ് ഇപ്പോൾ ഒരു അവഗണനയിൽ താഴെ നിൽക്കുന്നത്. നമുക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു ജോലി ഇല്ലാത്തത്. അതെങ്ങനെ എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ. എങ്ങനെങ്കിലും ഈ വർഷമെങ്കിലും ഞാനിപ്പോൾ ഈ വർഷം സ്പോർട്സ് കോള നിയമനത്തിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെങ്കിലും കണ്ട് എനിക്കൊരു ജോലി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും മകളെ ഒരു ഫുട്ബോൾ താരമാക്കണമെന്ന വിനോദ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇതിനൊപ്പം തനിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് വേണം, ജീവിക്കാൻ നല്ലൊരു ജോലിയും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.